നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വലിയൊരു കൊടുങ്കാറ്റ് വീശിയടിച്ചിരിക്കുകയാണ്. ഒരു വശത്ത് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ച ആദ്യത്തെ ദിവസം തന്നെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജി. മറുവശത്താകട്ടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുതിയൊരു വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് ശശി തരൂർ എന്ന അതികായൻ നടത്തുന്ന നീക്കങ്ങൾ. ഈ സംഭവ വികാസങ്ങൾ കേവലം ഒരു രാജിയിലോ ചില നേതാക്കളുടെ വാഗ്വാദങ്ങളിലോ ഒതുങ്ങുന്നതല്ല. ഇതിന് പിന്നിൽ വലിയ വലിയ രാഷ്ട്രീയ ഗൂഢാലോചനകളുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഇതെങ്ങനെ ബാധിക്കും? രാഹുൽ ഗാന്ധിയുടെ മൗനം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കുടുംബവാഴ്ചയുടെ പിടിയിലമർന്ന കോൺഗ്രസിന് ഇത് താങ്ങാനാകുമോ? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യത്തെ ദിവസമായിരുന്നു അത്. രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയത് നിർണായകമായ പല ബില്ലുകളിലേക്കും ചർച്ചകളിലേക്കുമാണ്. എന്നാൽ വളരെ അപ്രതീക്ഷിതമായി രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ തന്റെ രാജി പ്രഖ്യാപിച്ചു. ആരോഗ്യപരമായ കാരണങ്ങളാണ് രാജിക്കെന്ന് ഔദ്യോഗികമായി അറിയിച്ചുവെങ്കിലും രാഷ്ട്രീയ നിരീക്ഷകർക്ക് ഇതിൽ ചില ദുരൂഹതകൾ തോന്നിയിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ രാജ്യസഭാ നടപടികളിൽ സജീവമായിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് രാജിവെക്കുന്നത് സാധാരണ കാണാറില്ല. രാജി പ്രഖ്യാപിച്ചത് ഒരു എക്സ് പോസ്റ്റിലൂടെയായിരുന്നു. ഇത് വളരെ പെട്ടെന്നുള്ള ഒരു തീരുമാനമാണെന്ന് തെളിയിക്കുന്നു. 8 പുതിയ അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത ശേഷമാണ് അദ്ദേഹം വിടവാങ്ങുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഈ രാജിക്ക് പിന്നിൽ BJPയുടെ ഒരു വലിയ രാഷ്ട്രീയ തന്ത്രം ഒളിഞ്ഞിരിക്കുന്നുണ്ടോ? അടുത്ത വർഷം നടക്കാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പുമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? പുതിയ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലേക്കുള്ള നീക്കങ്ങൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. NDA ഇതിനോടകം ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഈ സ്ഥാനത്തേക്ക് ചില പ്രമുഖരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുമുണ്ട്. ശശി തരൂർ MP, മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള എന്നിവരാണ് അതിൽ പ്രമുഖരായിട്ടുള്ളവർ. ഇവരൊക്കെ തന്നെ BJPയുടെ സ്ഥാനാർത്ഥികളായി വരുമോ, അതോ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ മുതലെടുത്തുകൊണ്ട് തരൂരിനെ NDA പക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള തന്ത്രമാണോ ഇത്? ചോദ്യങ്ങൾ ഏറെയാണ്. ഇനി നമുക്ക് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. ശശി തരൂർ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് തരൂർ ഇപ്പോൾ. കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ അപ്രസക്തനാക്കാനുള്ള നീക്കങ്ങൾ വളരെ സജീവമായി നടക്കുന്നുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ, K മുരളീധരൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പരസ്യമായി തരൂരിനെതിരെ രംഗത്ത് വന്നത് ഇതിന് തെളിവാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ വിമർശനങ്ങൾ അതിരൂക്ഷമായിരുന്നു. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തരൂരിനെ പങ്കെടുപ്പിക്കുന്നതിനെ അദ്ദേഹം ശക്തമായി എതിർത്തു. തരൂർ യോഗത്തിൽ പങ്കെടുത്താൽ വിവരങ്ങൾ മോദിക്ക് ചോർത്തി കൊടുക്കുമെന്നും യോഗത്തിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുത്തുമെന്നും അദ്ദേഹം ആരോപിച്ചു. യോഗത്തിൽ പങ്കെടുക്കണമെങ്കിൽ തരൂരിന് അപാര തൊലിക്കട്ടി വേണം എന്ന് പരിഹസിച്ച ഉണ്ണിത്താൻ ശശി തരൂർ കോൺഗ്രസിനെ കൊണ്ട് നേടാനാവുന്നതെല്ലാം നേടിയെന്നും തുറന്നടിച്ചു. ഹൈക്കമാൻഡ് പലതവണ വിലക്കിയിട്ടും തരൂർ പിന്നോട്ട് പോയില്ലെന്നും രാജ്യമാണ് വലുത്, കോൺഗ്രസ് രണ്ടാമത് എന്നതാണ് തരൂരിന്റെ പുതിയ രീതിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. K മുരളീധരന്റെ വാക്കുകളും തരൂരിനെതിരായ നീക്കങ്ങളെ ശരിവെക്കുന്നതായിരുന്നു. തലസ്ഥാനത്തെ പരിപാടികളിൽ ശശി തരൂരിനെ പങ്കെടുപ്പിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തരൂരിന്റെ കാര്യം ഞങ്ങൾ വിട്ടു, നടപടി എന്ത് വേണമെന്ന് ദേശീയ നേതൃത്വം തീരുമാനമെടുക്കും. തരൂരിന്റെ കാര്യം പാർട്ടി വിട്ടതാണ്, അദ്ദേഹം കൂട്ടത്തിലുള്ള ആളായി കണക്കാക്കുന്നില്ല, മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ പ്രസ്താവനകൾ കോൺഗ്രസിനുള്ളിലെ ആഴത്തിലുള്ള വിള്ളലുകളെയാണ് വെളിവാക്കുന്നത്. തരൂരിന്റെ മോദി സ്തുതിയും BJP അനുകൂല നിലപാടുകളും കോൺഗ്രസിനെ നിരന്തരം പ്രതിരോധത്തിലാക്കുന്നു. എന്നാൽ ഈ വിമർശനങ്ങളിൽ പ്രകോപിതനാകാതെ മൗനം പാലിക്കുകയാണ് തരൂർ ചെയ്യുന്നത്. ഇത് അദ്ദേഹത്തിന്റെ തന്ത്രപരമായ നീക്കമാണോ, അതോ കോൺഗ്രസിനോടുള്ള വിയോജിപ്പ് കൂടുതൽ പ്രകടമാക്കുന്നതിന് വേണ്ടിയാണോ? ഇവിടെയാണ് കോൺഗ്രസിലെ കുടുംബവാഴ്ച എന്ന സങ്കീർണമായ പ്രശ്നം ഉയർന്നു വന്നത്. നെഹ്റു കുടുംബത്തിന്റെ പിടിയിൽ നിന്നും കോൺഗ്രസിന് ഇതുവരെ പുറത്തു വരാൻ സാധിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെ പല തീരുമാനങ്ങളും പാർട്ടിക്കുള്ളിൽ ചോദ്യം ചെയ്യപ്പെടുന്നുമുണ്ട്. എന്നിട്ടും കോൺഗ്രസ് അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ നിർബന്ധിതരാവുകയാണ്. തരൂർ വിഷയത്തിൽ രാഹുൽ ഗാന്ധി പൂർണ്ണമായും മൗനം പാലിക്കുകയാണ്. ഇത് വളരെ ഗൗരവകരമായ കാര്യമാണ്. പാർട്ടിക്കുള്ളിൽ ഇത്രയും വലിയൊരു പ്രതിസന്ധി ഉണ്ടായിട്ടും ഒരു മുതിർന്ന നേതാവിനെതിരെ ഇത്രയധികം വിമർശനങ്ങൾ ഉയർന്നിട്ടും രാഹുൽ ഗാന്ധിക്ക് മൗനം ഭജിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അദ്ദേഹം തരൂരിനെ മനഃപൂർവ്വം ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നല്ലേ?
കുടുംബവാഴ്ചയുടെ ചിറകിന്റെ കീഴിൽ ഒതുങ്ങിക്കൂടുന്ന കോൺഗ്രസ് സ്വന്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നേതാക്കളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് പതിവ് കാഴ്ചയാണ്. ശശി തരൂർ ഒരു സാധാരണ നേതാവല്ല. ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട വ്യക്തിത്വവും മികച്ച വാഗ്മിയും ബുദ്ധിജീവിയുമാണ് അദ്ദേഹം. എന്നിട്ടും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കുന്നത് കോൺഗ്രസിന്റെ തകർച്ചയാണ് സൂചിപ്പിക്കുന്നത്. ഒരു പക്ഷേ രാഹുൽ ഗാന്ധിക്ക് തരൂരിന്റെ വളർച്ചയെ ഭയമായിരിക്കും. സ്വന്തം നേതൃത്വത്തെ ചോദ്യം ചെയ്യാൻ സാധ്യതയുള്ളവരെ ഒതുക്കുക എന്നത് കോൺഗ്രസിന്റെ പരമ്പരാഗത ശൈലിയുമാണ്. ഈ മൗനം തരൂരിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ ശരിവെക്കുന്നതിന് തുല്യമാണ്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ ഒരു വ്യക്തമായ നിലപാടെടുക്കാത്തത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെയും പൊതുജനങ്ങളെയും ആശങ്കയിലാക്കുന്നുണ്ട്. ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് ദുർബലമാകുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ കുടുംബവാഴ്ചയും നേതൃത്വത്തിന്റെ കഴിവുകേടുകളുമാണ്. ശശി തരൂർ നടത്തുന്ന നീക്കങ്ങൾക്ക് പിന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. മത സമുദായിക നേതൃത്വങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളിലാണ് അദ്ദേഹം ഇപ്പോൾ. ഈ നീക്കം മുമ്പും തരൂർ നടത്തിയിട്ടുണ്ട്. അത് വലിയ മാധ്യമ ശ്രദ്ധ നേടുകയും ചെയ്തു. കോൺഗ്രസ് വേദികളിൽ അദ്ദേഹത്തിന് ഇനി സ്ഥാനം കുറവായതുകൊണ്ട് തന്നെ സമുദായ സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കി സ്വന്തം ശക്തി വർദ്ധിപ്പിക്കാനാണ് തരൂർ ശ്രമിക്കുന്നത്. എന്നാൽ ഇതിന് പിന്നിൽ ഒരു BJP ബന്ധം ആരോപിക്കപ്പെടുന്നുണ്ട്. ഭാവിയിൽ BJPയുടെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയാണോ തരൂർ ഈ നീക്കങ്ങൾ നടത്തുന്നത് എന്ന ചോദ്യവും സജീവമായി ഉയരുന്നു. BJPക്ക് കേരളത്തിൽ ശക്തനായ ഒരു നേതാവിന്റെ അഭാവമുണ്ട്. ശശി തരൂരിന്റെ ജനസമ്മതിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസവും ആഗോളതലത്തിലെ സ്വീകാര്യതയും BJPക്ക് ഒരു മുതൽക്കൂട്ടാകുമെന്നത് തീർച്ചയാണ്. കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ ഈ നീക്കം വലിയ ആകാംക്ഷയാണ് സൃഷ്ടിക്കുന്നത്. പുകച്ച് പുറത്തു ചാടിക്കാനാവില്ല എന്ന നിലപാടിലാണ് ശശി തരൂർ. അതേസമയം സ്വയം പുറത്തു പോകട്ടെ എന്ന നിലപാടിലാണ് പാർട്ടി നേതൃത്വവും. തരൂരിന്റെ തുടർന്നുള്ള നീക്കങ്ങൾ കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കാൻ കഴിയുമെന്ന വിലയിരുത്തലാണ് BJP. തരൂരിന്റെ തുടർന്നുള്ള നീക്കങ്ങൾ കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കാൻ കഴിയുമെന്ന വിലയിരുത്തലാണ് BJP കേന്ദ്രങ്ങൾ. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തരൂർ BJP പക്ഷത്തേക്ക് നീങ്ങിയാൽ അത് കോൺഗ്രസിന്റെ പ്രതീക്ഷകളെയാണ് തകിടം മറിക്കുക. അതുകൊണ്ട് തന്നെ കോൺഗ്രസുകാർ തരൂരിന്റെ നീക്കത്തെ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. പാർലമെന്റ് സമ്മേളനം ആരംഭിച്ച ഈ വേളയിൽ ശശി തരൂരിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. KPCC നേതൃത്വം ഔദ്യോഗികമായി കടുത്ത തീരുമാനങ്ങളിലേക്ക് കടന്നിട്ടില്ലെങ്കിലും മുരളീധരൻ തുറന്നടിച്ചതുപോലെ തിരുവനന്തപുരത്തെ പാർട്ടി പരിപാടികളിൽ നിന്ന് ശശി തരൂരിനെ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലും ദേശീയത ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ് നേതൃത്വവുമായുള്ള ഏറ്റുമുട്ടൽ തുടരാനുള്ള തീരുമാനത്തിലാണ് തരൂർ എന്നത് ശ്രദ്ധേയമാണ്. അപ്പോൾ ഈ സംഭവ വികാസങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് മുന്നണിക്ക് ഒരു വലിയ തിരിച്ചടിയായിരിക്കും എന്ന് തീർച്ചയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ഒരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഈ ആഭ്യന്തര കലഹങ്ങൾ മുന്നണിയുടെ കെട്ടുറപ്പിനെ തീർച്ചയായും ബാധിക്കും. ജനങ്ങൾക്കിടയിൽ ഇത് കോൺഗ്രസിന്റെ വിശ്വാസ്യത തകർക്കുകയും ചെയ്യും. ഒരു ഭാഗത്ത് ഇടതുപക്ഷ സർക്കാർ ഭരണവിരുദ്ധ വികാരങ്ങൾ നേരിടുന്നുമുണ്ട്, മറുവശത്ത് BJP ആകട്ടെ കേരളത്തിൽ വേരുറപ്പിക്കാൻ ശ്രമിക്കുകയുമാണ്. ഈ സാഹചര്യത്തിൽ ഒരു ശക്തമായ പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ശശി തരൂർ വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ രൂപപ്പെട്ട ഈ ഒരു പിളർപ്പ് UDFന്റെ വിജയ സാധ്യതകളെ കാര്യമായി തന്നെ ബാധിക്കുമെന്ന് തീർച്ചയാണ്. കുടുംബവാഴ്ചയുടെ പേരിൽ കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന ഈ നാടകങ്ങൾ സാധാരണ പ്രവർത്തകരെ നിരാശരാക്കുന്നുമുണ്ട്. രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെയും ഈ വിഷയങ്ങളിലുള്ള മൗനം പാർട്ടിയുടെ ഭാവിക്ക് തന്നെ ഭീഷണിയാണ്. ഒരു ജനാധിപത്യ പാർട്ടിക്കുള്ളിൽ തുറന്ന ചർച്ചകൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സ്ഥാനമില്ലെങ്കിൽ അത് ഏകാധിപത്യത്തിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ സൂചനയാണ്. ഒരു ജനാധിപത്യ പാർട്ടിക്കുള്ളിൽ തുറന്ന ചർച്ചകൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഒന്നും സ്ഥാനമില്ലെങ്കിൽ അത് ഏകാധിപത്യത്തിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ സൂചനയാണ്. കോൺഗ്രസിന്റെ ഈ ദയനീയ അവസ്ഥ കേരളത്തിലെ BJPക്ക് നേട്ടമാകും. ഒരു ശക്തമായ പ്രതിപക്ഷം ഇല്ലാത്തത് BJPയെ കൂടുതൽ വളർത്താൻ സഹായിക്കും. ഇത് കേരള രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കോൺഗ്രസ് എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ കേരളത്തിൽ അവരുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും. ഉപരാഷ്ട്രപതിയുടെ രാജി മുതൽ ശശി തരൂർ വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന ഈ വടംവലി വരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റത്തിന്റെ സൂചനകളാണ് കാണിക്കുന്നത്. കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. കുടുംബവാഴ്ച അവസാനിപ്പിച്ച് സാധാരണ പ്രവർത്തകരുടെ ശബ്ദത്തിന് വില കൽപ്പിച്ച് പുതിയൊരു നേതൃത്വത്തെ വളർത്തിയെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാവി ഇരുളടഞ്ഞതായിരിക്കും. കേരളത്തിലെ കോൺഗ്രസ് മുന്നണിക്ക് ഇത് വലിയൊരു തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.